ഇത്രയും ഭംഗിയുള്ള ഈ ഒരു പോട്ട്ലി ബാഗ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 12 എന്നുള്ളൊരളവിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ 4 പീസ് തുണിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ 2 മെയിൻ പീസും 2 ലൈനിങ് തുണിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. എടുക്കുന്ന അളവ് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൊബൈൽ പൗച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. അത് ലൈനിങ്ങിൻ്റെ മെയിൻ വശത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ലൈനിങ്ങിൻ്റെ നല്ല വശത്തായിട്ടാണ് നമ്മൾ ആ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് മാറാതെ നല്ല രീതിയിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ഫോണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പോക്കറ്റ് നമ്മുടെ ബാഗിനുള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണി 2 എണ്ണം, അതുപോലെ തന്നെ മെയിൻ പീസായിട്ടുള്ള 2 എണ്ണവും മൊത്തം 4 എണ്ണം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഏകദേശം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ തുണിയുടെ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു യു ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു കേവ് ഷേപ്പ് പറഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു പോട്ട്ലി ബാഗിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒരു കേവ് നമ്മുടെ ബാഗിനും കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കൂടി ഒരുപോലെ ചേർത്ത് വെക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് തുണിയുടെ നല്ല വശവും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്താണ് നിങ്ങൾ വെക്കേണ്ടത്. അതിനുശേഷം മുകളിലെ ഒരു പോർഷൻ ആ ഒരു വശം മാത്രം നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നിങ്ങൾ ചേർത്ത് വെക്കേണ്ടത്. കണ്ടില്ലേ, അതിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടിയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു സ്കെയിലെടുത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള 2 പീസാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ നല്ല ക്ലോത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് 2 ഇഞ്ച് താഴേക്ക് വിട്ട് സൈഡിലും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യാം. അതിനുള്ളിൽ കൂടി നമുക്കൊരു വള്ളി ഇട്ടിട്ട് ബാഗിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഏകദേശം ഇങ്ങനെയാണ് വരിക. 2 സൈഡിലും ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിൽ കൂടിയാണ് നമ്മളൊരു വള്ളി കയറ്റുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല പാർട്ട് അതിനോട് ചേർത്തും ലൈനിങ് പാർട്ടും ടുഗദറായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പിൻ വെച്ചിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഇഞ്ച് അതിൻ്റെ താഴ്ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരിക്കണം. അത് പ്രത്യേകം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഉള്ളിൽ നിന്ന് തുണി പുറത്തേക്ക് വലിച്ചെടുത്ത് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കണം. മെയിൻ ക്ലോത്തിൻ്റെ ബാക്കി വന്ന തുണിയിൽ നിന്ന് 20 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും വരുന്ന 2 കഷ്ണം തുണി നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബാഗിൻ്റെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു ബോൾ ഉള്ളിൽ വെച്ചിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോളിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആ ഹാങ്ങിങ്ങിൻ്റെ വീതി കണക്കാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ബാഗിന് എത്ര നീളം വേണമോ ഹാങ്ങിങ്ങിന് അതിനനുസരിച്ച് നിങ്ങൾക്ക് നീളം കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പം ഒരു 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊരു ടേപ്പ് ഉപയോഗിച്ച് അളന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബാഗിന് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഹാങ്ങിങ്ങിനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഒരു പിൻ ഉപയോഗിച്ച് അതിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് ബാഗിൽ അറ്റാച്ച് ചെയ്യാനും പറ്റും. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾസ് ഉള്ളിൽ വെച്ചിട്ട് അത് നൂല് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതാകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ആ ഒരു ഹാങ്ങിങ് ഭംഗിയുള്ളതാക്കും.
അപ്പോൾ മുത്തുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മുത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബാഗിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ആ ഒരു ഹോൾ ഇട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഗോൾഡൻ കളറിലൊരു വള്ളി കയറ്റി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബാഗ് ചുരുങ്ങാനും അതുപോലെ തന്നെ തുറന്നെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഗോൾഡ് റോപ്പിന് പകരം നിങ്ങൾക്ക് ഈ സെയിം തുണിയുടെ തന്നെ ഒരു ചെറിയ ബെൽറ്റ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും അത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഞാനിത് കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാനും അട്രാക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് കുറച്ച് ടാസിൽസ് കൂടി ഈ ഒരു ബാഗിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ടാസിൽസ് കൂടി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ടാസിൽസ് ആക്ച്വലി ഷോപ്പുകളിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഞാനിതിവിടെ ഉണ്ടാക്കുവാണ്. നമുക്കധികം സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് ബീഡ്സോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റെസിനോ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു പോഡ്ലി ബാഗിന് ഉണ്ടാക്കുന്ന ടാസിൽസ് ഒന്നും വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ടാസിൽസ് മാത്രമായിട്ട് പല രീതിയിലുള്ളത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ പോഡ്ലി ബാഗ് കിട്ടുക. ടാസിൽസ് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ അത് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ബീഡ്സും അതുപോലെ തന്നെ ട്യൂബ് ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ടാസൽസ് ഭംഗിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ബാഗിൽ അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ കണ്ടതാണ് പോഡ്ലി ബാഗിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അട്രാക്റ്റീവായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതൊരു ബ്രോഷ് വെച്ചുകൂടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് ഷോപ്പിലെല്ലാം വളരെ അഫോർഡബിളായുള്ള റേറ്റിലൊക്കെ കിട്ടും. അത് ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വീക്വൻസും ബീഡ്സും ഒക്കെ വെച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബാഗ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്